ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു ബൗളിലോട്ട് കുറച്ച് അവല് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു കുക്കുംബറും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കുംബർ എടുത്ത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അകത്ത് കുരു അങ്ങനെ കളയുന്നെങ്കിൽ കളയാം, ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ബൗളിലോട്ട് നമുക്കൊരു 2 കപ്പോളം അവൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലതോ അല്ലെങ്കിൽ വെള്ള അവലോ ഒക്കെ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പം ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പൊടിയായിട്ടോ നീളത്തിലോ ഒക്കെ അരിഞ്ഞിടാം. ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞ് ചേർത്തേക്കാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയുടെയൊക്കെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈവച്ച് തന്നെ ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പം കൈവച്ച് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ കുക്കുംബറിലെ ആ ഒരു നനവ് കൊണ്ട് തന്നെ നമ്മുടെ ഈ അവലൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടണം. അപ്പം നല്ല പോലെ ബലം കൊടുത്ത് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാനിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു കുഞ്ഞ് താളിപ്പ് നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, നെയ്യ് ചേർത്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. കാര്യം എനിക്കിത് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചെറിയ ജീരകവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഒരുപാട് നേരോട്ട് ഈ നിലക്കടലയൊക്കെ അങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് വറുത്തതാണ്. അപ്പോൾ നല്ല പച്ചയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഒന്നും കൂടെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് നേരം ഇട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ, അതായത് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മുടെ ആ ഒരു അവലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അവലിൽ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നങ്ങ് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ കൈവച്ചൊന്ന് മിക്സാക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് പറ്റുന്നില്ല കേട്ടോ. നല്ല ചൂടോടെ ഒഴിച്ചതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു തവി വെച്ചിട്ട് ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊന്ന് ചൂടാറി വരുമ്പോഴേക്കും കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ച് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനോ അല്ലെങ്കിൽ വെറുതെ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാം. വളരെ സിമ്പിളല്ലേ, അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണ്. അപ്പം ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും അവലും കുക്കുംബറൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.